ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സ്. ഓക്കെ അതിൽ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ വേൾഡാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എടുത്തു. ഇനി പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ, ദെൻ പോപ്പുലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് സം സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഈസ് ഗിവൺ ബിലോ. എന്താണ് പോപ്പുലേഷൻ? ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ പോപ്പുലേഷനാണ് അല്ലേ. 2011 സെൻസസ് 2011 സെൻസസ് പ്രകാരം ഈ ഇന്ത്യത്തെ ചില സ്റ്റേറ്റ്സിൻ്റെ പോപ്പുലേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ ജമ്മു കാശ്മീരിൽ ഇതാണ്. എത്രയാണ് യൂണിറ്റ്? 10, 100, 1000, 10,000, lakh, 10 lakh, 1 crore അല്ലേ. അപ്പോൾ 1 crore 25 lakh 48,926 ആണ് ജമ്മു കാശ്മീർത്തത്. അതുപോലെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, കേരള, തമിഴ്നാട്, കർണാടക, ഗോവ, പഞ്ചാബത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഫ്രം ദ ടേബിൾ വിച്ച് ഈസ് ദ സ്റ്റേറ്റ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ലീസ്റ്റ് പോപ്പുലേഷൻ, കുറവ് പോപ്പുലേഷൻ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കുറവ് നോക്കിയേ? നമ്പേഴ്സ് തന്നെ നോക്കിയാൽ മതി അല്ലേ. അപ്പം എണ്ണം നോക്കുക അല്ലേ. പിന്നെ ഏറ്റവും കുറവുള്ളത് ഇതാ ഈ ഇവിടെയും വരുന്നുണ്ട്, പിന്നെ ഇതുമാണ് അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ ഈ നമ്പേഴ്സ് എന്താ വായിക്കുക? അപ്പോൾ ഇവിടെ എത്ര ചെറുത്? സിക്കിമാണ് അല്ലേ. എത്രയാണ്? 6,07,688 അല്ലേ, സിക്കിമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചത് പറഞ്ഞു അല്ലേ. ഇനി വിച്ച് ഈസ് ദ സ്റ്റേറ്റ് വിത്ത് ലാർജസ്റ്റ് പോപ്പുലേഷൻ? വാട്ട് ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ? ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കിയ കുട്ടികളെ, ഏതാണ്? അപ്പോൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താക്കുക? കുറേ നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് എണ്ണി വെക്കുക. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ ഇത്രയും പോപ്പുലേഷനിൽ ഇത്ര 8 ഡിജിറ്റാണ് അല്ലെ. ഹിമാചൽ പ്രദേശത്തിൽ എന്താണ് 7 ഡിജിറ്റാണുള്ളത്. എണ്ണി വെക്കുക. 1, 2, 3, 4, 5, 6, 7 അല്ലെ, 7 ഡിജിറ്റ്. അതുപോലെ ഉത്തരാഖണ്ഡിൽ 8 ഡിജിറ്റാണ്, ഹരിയാനയിൽ 8 ഡിജിറ്റ്, രാജസ്ഥാനിൽ 8 ഡിജിറ്റ്, ഉത്തർപ്രദേശിൽ 9 ഡിജിറ്റ്, ബീഹാറിൽ 9 ഡിജിറ്റ്, സിക്കിമിൽ 6 ഡിജിറ്റാണുള്ളത്, കേരളയിൽ 8 ഡിജിറ്റാണ്, തമിഴ്നാടിൽ 8 ഡിജിറ്റാണുള്ളത്, കർണാടകയിൽ 8 ഡിജിറ്റ്, ഗോവയിൽ 7 ഡിജിറ്റ്, പഞ്ചാബിൽ 9 ഡിജിറ്റ് അല്ലേ. അപ്പോൾ കുറച്ച് ഡിജിറ്റുള്ള ഏതാണ് അതാണ് ചെറുത് അല്ലേ, കുറവുള്ളത്. കൂടുതൽ ഡിജിറ്റുള്ള ഏതാണ് അതാണ് വലുത് അല്ലേ. അപ്പോൾ നമുക്ക് കുറവുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ലീസ്റ്റ് പോപ്പുലേഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ കുറവ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന 7, 8, 9, 6 ആയിക്കാണ് അല്ലേ. അപ്പോൾ 6 ആണ് കുറവ്. അപ്പോൾ സിക്കിമാണ് എന്ത് ഏറ്റവും ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് അല്ലേ. ഓക്കെ, ദെൻ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ഏതാണെന്ന് ചോദിച്ചില്ലേ. ലാർജസ്റ്റ് പോപ്പുലേഷൻ കൂടുതൽ ഡിജിറ്റ് ഏതെല്ലാം ഉള്ളത്? 8, 7, 9, 6, 8, 7 അല്ലേ. അപ്പോൾ 9 ആണ് അല്ലേ. 2 9 ഉണ്ട് അല്ലേ. അപ്പോൾ 9 ഡിജിറ്റ് വരുന്നത് 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം ഈ ഉത്തർപ്രദേശും ബീഹാറും ആണ് എന്ത് 9 ഡിജിറ്റ് വരുന്നത്. അപ്പം ഇനി ഇതിൽ വലുത് ഏതാണ് കണ്ടുപിടിക്കണം, അറിയാലോ അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? ഫസ്റ്റത്തെ ഇത് നോക്കുക. അപ്പോൾ എന്താണ്? ഇത് ഇവിടെ 1 ആണ്, ഇതും 1 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇത് 2 സെയിം ആണ്. ഇനി അടുത്ത നമ്പർ നോക്കുക. 9 ഇവിടെ, ഇത് 0 ആണ് അല്ലേ. അപ്പോൾ ഇതിലേതാ വലുത്? ഈ 9 അല്ലേ. അപ്പോൾ ഉത്തർപ്രദേശിലാണ് എന്ത് കൂടുതൽ പോപ്പുലേഷനിൽ കേട്ടോ. അപ്പോൾ കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലാവില്ല. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് എന്താണ് അതിൽ എത്ര ഡിജിറ്റ്, വലിയ ഡിജിറ്റ് ഏതാണോ ആ ഡിജിറ്റുള്ള നമ്പർ ആദ്യം നോക്കുക. എന്നിട്ട് അതിൽ സെയിം ആയിട്ട് ഫസ്റ്റ് ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്യുക. രണ്ടും സെയിം ആയി വരുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്തിട്ട് വലുത് ഏതാന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്? ഈ ഉത്തർപ്രദേശിലാണ് അല്ലേ. അതെങ്ങനെ വായിക്കുക നമുക്ക് നോക്കുക. 1, 10, 100, 1000, 10,000, lakh, 10 lakh, 1 crore, 10 crore അല്ലേ. അപ്പോൾ 19 crore 95 lakh 81,477 എന്നാണ് ഇത് വായിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ഡിഫറൻസ് ഇൻ പോപ്പുലേഷൻ ബിറ്റ്വീൻ ദീസ് 2 സ്റ്റേറ്റ്സ്? ഈ 2 സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഈ സിക്കിം, ഗോവയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. അപ്പം സിക്കിമും പിന്നെ ഉത്തർപ്രദേശുമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാ? ഉത്തർപ്രദേശിനാണ് അല്ലേ. അപ്പോൾ ഉത്തർപ്രദേശത്തെ ആദ്യം ആ നമ്പർ അങ്ങോട്ട് എഴുതുക നമുക്ക്. പിന്നെ എന്താണ്? സിക്കിമത്തെ ഈ നമ്പർ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് മൈനസ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഈ വലിയ നമ്പർ നമ്മൾ ഇത് എഴുതി അല്ലേ. ആദ്യം ഇത് എഴുതി അല്ലേ. ഇനി എന്താണ്? സിക്കിമിന്റെ എഴുതണം അല്ലേ. സിക്കിം എഴുതുമ്പോൾ എന്താണ്? 6 lakh
7,688 നമുക്ക് ഇവിടെ വെച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഉണ്ട് എണ്ണി നോക്കുക. 1 2 3 4 5 6 അല്ലേ. 6 നമ്പറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എണ്ണുക. 1 2 3 4 5 6 അല്ലേ. ഇപ്പോൾ 5ൻ്റെ അടിയിലാണ് എന്താക്കുന്നുണ്ട്, ആ നമ്പർ എഴുതാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എഴുതാം നമുക്ക്. 5ൻ്റെ അടിയിലല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60. ഓക്കെ, ഇങ്ങനെ എഴുതുക കേട്ടോ. അല്ലാതെ ഇവിടെ ഒന്നും കൊണ്ട് എഴുതരുത് കേട്ടോ. 6 നമ്പേഴ്സൊന്നും ഈ 1ൻ്റെ അടിയിലൊന്നും കൊണ്ട് എഴുതരുത്. നമ്മൾ എന്താണ് എണ്ണി നോക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണിയതിന് ശേഷം അതിൻ്റെ ചോട്ടിലാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റ് എഴുതുക. ഇനി ഇത് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ മൈനസ് ചെയ്യാൻ നോക്കാം. 7 - 8 എത്രയാണ്? 7 8 പോകില്ല അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടെടുക്കും അല്ലേ. അപ്പോൾ എത്രയായി നമുക്ക് കിട്ടും? എത്ര നമുക്ക് കിട്ടുക? 17 കിട്ടും അല്ലേ. 17 8 പോയാൽ എത്രയാണ് നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് ഇത് കിട്ടും കേട്ടോ. 19,89,73,789 കിട്ടും കേട്ടോ. ഇതാണ് ആൻസർ. അപ്പം മൈനസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ രണ്ടാമത്തെ നമ്പർ എവിടെ എഴുതണ്ടേ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓവർ അവർ നൈബർ സ്റ്റേറ്റ്സ് തമിഴ്നാട് ആൻഡ് കർണാടക? എന്താണ് നമ്മളെ തമിഴ്നാട്ടിൽ നമ്മളെ നൈബർ സ്റ്റേറ്റ് അല്ലേ, നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റായ തമിഴ്നാട്ടിലത്തെയും കർണാടകത്തെയും ടോട്ടൽ പോപ്പുലേഷൻ രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്പേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ. ആദ്യം വലിയ നമ്പർ എഴുതുക, എന്നിട്ട് എന്താക്കുക, ചെറിയ നമ്പർ എഴുതുക അല്ലേ. എന്നിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തമിഴ്നാട് ഇതാണ്, പിന്നെ കർണാടക ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള ടോട്ടലാണ് അല്ലേ. പ്ലസ് അല്ലേ, ഇപ്പോൾ ഡിഫറൻസ് ആണ് ഈ മൈനസ് ചെയ്യുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് നമ്മൾ എഴുതിയില്ലേ, സെയിം ഡിജിറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം അല്ലേ. ഇനി പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, അതിൻ്റെ അഡീഷൻ ചെയ്താലല്ലേ പ്ലസ് ടോട്ടൽ എത്രയാണ്? ഇത്രയും ഈ നമ്പറാണ് അല്ലേ. അപ്പോൾ എന്തെങ്ങനെ നമ്മൾ വായിക്കുക? യൂണിറ്റ് 10 100 1000 10,000 lakh 10 lakh 1 crore 10 crore അല്ലേ. ഇപ്പോൾ 13 crore 32 lakh 69,662 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇനി എന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റിന്? അടിയിലൊക്കെ രണ്ട് വരയൊക്കെ വരയ്ക്കുക കേട്ടോ പ്ലസ് ചെയ്തിട്ട്. അതുപോലെ ഇവിടെ പ്ലസിൻ്റെ ചിഹ്നമൊക്കെ ഇടണം കേട്ടോ നിങ്ങൾ. ടീച്ചറിലായിട്ട് അങ്ങനെ കിട്ടില്ല എന്നുള്ളത് നേരത്തെ മൈനസിൻ്റെ ചിഹ്നമൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ഹൗ മച്ച് മോർ ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് ദാൻ ബീഹാർ അല്ലേ. എന്താണ് ബീഹാറിൻ്റെയും എത്ര കൂടുതലാണ് ഉത്തർപ്രദേശത്തെ പോപ്പുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആണ് ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെ മൈനസ് ചെയ്യേണ്ട രീതി നിങ്ങൾ പറഞ്ഞു തന്നല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പം പോപ്പുലേഷൻ ബീഹാറും ഉത്തർപ്രദേശും. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്, ഫസ്റ്റത്തെ വലിയ നമ്പർ ഏതാണ് അതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഉത്തർപ്രദേശ് ഇതാണ്, ബീഹാർ ഇതാണ് അല്ലേ. അപ്പം ഉത്തർപ്രദേശത്താണ് വലിയ നമ്പർ അല്ലേ. അപ്പോൾ ആദ്യം അത് എഴുതുക, എന്നിട്ട് ബീഹാർക്ക് നമ്പർ എഴുതുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ആൻസറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, പോപ്പുലേഷൻ ബീഹാറിൻ്റെ ഉത്തർപ്രദേശിൽ എത്ര പോപ്പുലേഷൻ കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റ് 10 100 1000 10,000 lakh 10 lakh 1 crore അല്ലേ. 9,57,76,814 ആൾക്കാർ എന്താണ് കൂടുതലാണ് ഉത്തർപ്രദേശിൽ അല്ലേ. അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഓർഡർ ദ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു ദയർ പോപ്പുലേഷൻ. അവരുടെ പോപ്പുലേഷൻ വെച്ചിട്ട് എന്താണ്, ആ സ്റ്റേറ്റ്സിൻ്റെ പോപ്പുലേഷൻ വെച്ചിട്ട് അതിനെ എന്താക്കുക, ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ ആക്കുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആക്കുക അല്ലേ. അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്ക് ആക്കുക, ചെറുതെന്ന് വലുതിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ മക്കളെ നിങ്ങൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിലേറ്റവും ചെറുത് വരുന്നത് സിക്കിം അല്ലേ. അപ്പോൾ സിക്കിം എഴുതുക, അതിൻ്റെ പോപ്പുലേഷൻ എഴുതുക, പിന്നെ അതിൽ നേരെ വലുത് ഏതാണോ അത് നോക്കി എഴുതുക. നിങ്ങൾ ഡിജിറ്റ് എണ്ണുക, എന്നിട്ട് എന്താക്കുക, കമ്പയർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഏറ്റവും ചെറുതെന്ന് വലുതിലേക്കാക്കല്ലേ, വലുതെന്ന് ചെറുതിലേക്കാക്കുക കേട്ടോ. അങ്ങനെ എഴുതുക എല്ലാ സ്റ്റേറ്റ്സും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, മേക്ക് മോർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് അല്ലേ. എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്താക്കുക, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ ലീസ്റ്റ് പോപ്പുലേഷൻ ചോദിച്ചാൽ ലാർജസ്റ്റ് പോപ്പുലേഷൻ ചോദിച്ചില്ലേ. പിന്നെ ഇങ്ങനെ ചോദിക്കുക, എന്താണ് വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ്
രണ്ട് ഹരിയാന ആൻഡ് രാജസ്ഥാൻ അല്ലേ, ഒന്നങ്ങനെ ചോദിക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് രാജസ്ഥാൻ ആൻഡ് ഹരിയാന എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് തമിഴ്നാട് ആൻഡ് കേരള എന്ന് ചോദിക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഗോവ ആൻഡ് പഞ്ചാബ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് ചോദിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് സിക്കിം ചോദിക്കുക അല്ലേ. അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, then ഇവിടെ നോക്കൂ, പാലിൻഡ്രമിക് നമ്പറാണ് അടുത്ത് കേട്ടോ. എന്താണ് പാലിൻഡ്രം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാലിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മേഡം എന്ന് എഴുതൂല നമ്മൾ, നോക്കൂ ഇവിടെ നോക്കൂ കേട്ടോ. അപ്പോൾ മേഡം എന്ന് എഴുതിക്കാന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ മലയാളം എന്നൊക്കെ എഴുതും അല്ലേ, MADAM അല്ലേ മേഡം. അല്ലെങ്കിൽ നോക്കൂ മലയാളം. ഓക്കെ, ഇത് നമ്മൾ തിരിച്ച് എഴുതി നോക്ക്. ഫസ്റ്റ് ഈ M ആദ്യം നമുക്ക് എഴുതാം. ഈ മേഡത്തിൻ്റെ M, ഈ അവസാനത്തെ M നമ്മൾ എഴുതുകയാണ് കേട്ടോ ആദ്യം. പിന്നെ അടുത്ത നമ്പർ ഏതാ AN കേട്ടോ. പിന്നെ അടുത്ത ഏതാ D അല്ലേ. അടുത്ത ഏതാണ് A അല്ലേ. അടുത്ത എന്താണ് ഫസ്റ്റ് വൺ M അല്ലേ. സെയിം തന്നെ അല്ലേ. നമ്മൾ ലാസ്റ്റിൽ നിന്ന് എഴുതിയാലും ഫസ്റ്റിൽ നിന്ന് എഴുതിയാലും സെയിം തന്നെ വരുന്നതാണ് അല്ലേ. അതാണ് പാലിൻഡ്രം. നമുക്ക് മലയാളം അങ്ങനെ തന്നെ അല്ലേ. ഇപ്പം നമ്മൾ ഫസ്റ്റ് MALAYALAM മലയാളം അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ എഴുതുക MALAYALAM മലയാളം സെയിം തന്നെ അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വാക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പാലിൻഡ്രം എന്ന് പറഞ്ഞാൽ. പാലിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. സെയിം ഒരു നമ്പർ ഒരു ഇത് നമ്മൾ എഴുതിയാൽ എന്താണ് ഇത് ലാസ്റ്റിൽ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് എഴുതിയാൽ ആ വാക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 1 2 3 2 1 ഇങ്ങനെ എഴുതി നോക്കൂ. 1 2 3 2 1 ഇത് ഞാൻ ലാസ്റ്റ് തന്നെ നമ്മൾ എഴുതുകയാണ്. അങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് വരും? ഇപ്പോൾ ലാസ്റ്റ് നമ്പർ എന്താ 1, പിന്നെ അടുത്ത നമ്പർ എന്താ 2, പിന്നെ അടുത്ത നമ്പർ എന്താ 3, പിന്നെന്താ 2, പിന്നെ 1 അല്ലേ. സെയിം നമ്പർ തന്നെ. അപ്പോൾ ലാസ്റ്റ് എഴുതിയാലും നമുക്ക് എന്താണ് സെയിം ആയിട്ട് കിട്ടും അല്ലേ. ഇതാണ് പാലിൻഡ്രമിക് നമ്പർ കേട്ടോ. നമ്മളപ്പോൾ തിരിച്ച് എഴുതിയാലും നേരെ എഴുതിയാലും ഒക്കെ സെയിം നമ്പർ വരുന്നതാണ് പാലിൻഡ്രമിക് നമ്പർ. പാലിൻഡ്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നേരെ എഴുതിയാലും പിന്നെ അതിനെ ലാസ്റ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് എഴുതിയാലും അതേ വാക്കുകൾ വരുന്നതാണ് പാലിൻഡ്രം കേട്ടോ. നമ്പർ ആണെങ്കിൽ അതേ നമ്പർ തന്നെ വരുന്നില്ലേ. നമ്മളൊരു നമ്പർ എഴുതി ആ നമ്പർ തിരിച്ച് എഴുതിയാൽ നമുക്ക് എന്താണ് ആ നമ്പർ തന്നെ കിട്ടിയാൽ അത് പാലിൻഡ്രമിക് നമ്പറാണ് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഇത് പാലിൻഡ്രമിക് ആണോ? അല്ല അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ 1 2 4 2 6 1 എഴുതി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് എഴുതുകയാണെങ്കിൽ ഈ നമ്പർ ഇങ്ങനെ ഒരു 1, പിന്നെന്താണ് 6, പിന്നെ 2, പിന്നെ 4, പിന്നെ 2 1 അല്ലേ. ഇത് സെയിം ആണ് നമ്പർ? അല്ല, ഇത് പാലിൻഡ്രമിക് അല്ല അല്ലേ. പാലിൻഡ്രം എന്ന് പറയാം നമ്മൾ നേരെ എഴുതിയാലും അവസാനത്തിൽ തിരിച്ചിങ്ങോട്ട് എഴുതിയാലും സെയിം നമ്പർ തന്നെ വരുന്നതാണ് എന്ത് പാലിൻഡ്രമിക് നമ്പർ. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പാലിൻഡ്രമിക് നമ്പേഴ്സ് വിച്ച് റീഡ് ദ സെയിം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. എന്താണ് ഫോർവേഡും ബാക്ക്വേർഡും സെയിം നമ്പർ ആയിരിക്കണം അല്ലേ നമ്മൾ വായിക്കുമ്പോൾ. നമ്പേഴ്സ് വിച്ച് റീഡ് ദ സെയിം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സച്ച് ആസ് ഇതെന്താണ് നോക്കിയേ 36,563 ആർ കോൾഡ് പാലിൻഡ്രമിക് നമ്പർ. ഇത് ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ ഇതേ നമ്പർ തന്നെ വരുന്നത് അല്ലേ. ക്യാൻ വി മേക്ക് എ പാലിൻഡ്രമിക് നമ്പർ? നിങ്ങൾക്ക് പാലിൻഡ്രമിക് നമ്പർ ഉണ്ടാക്കാൻ കഴിയുമോ? സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ, ഏത് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ടേക്ക് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. റിവേഴ്സ് ഇറ്റ്സ് ഡിജിറ്റ്സ് ആൻഡ് ആഡ് ടു ദ ഒറിജിനൽ. എന്താണ് റിവേഴ്സ് ചെയ്യുക ആ ഡിജിറ്റ്. റിവേഴ്സ് ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ ആൻഡ് ആഡ്. എന്നിട്ട് എന്താക്കുക, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. എന്നിട്ട് എന്താക്കുക, ആ നമ്പർ പാലിൻഡ്രമിക് നമ്പർ ആയിരിക്കണം. എന്നിട്ട് എന്താണ് അത് അതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് എന്താക്കുക എഴുതി വെക്കുക. എന്നിട്ട് എന്താക്കുക അത് രണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ദ ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ ആൻഡ് ആഡ്. നമുക്കൊരു പാലിൻഡ്രമിക് നമ്പർ ഉണ്ടാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ എടുത്തത് 69. ഓക്കെ, ഇനി എന്താക്കുക അതിൻ്റെ റിവേഴ്സ് എടുക്കുക. 69ൻ്റെ റിവേഴ്സ് എന്താണ് 96 അല്ലേ. അപ്പോൾ 96 നിങ്ങൾ എന്താക്കുക അത് ആഡ് ചെയ്യുക. അപ്പോൾ 165 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ നമ്പർ എന്താക്കുക ഇത് റിവേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുക അല്ലേ. 165 എന്നുള്ളത് എന്താക്കുക ലാസ്റ്റ് നമ്പർ ആദ്യം എഴുതുക 561 അല്ലേ. അവിടെ എന്താക്കുക ആഡ് ചെയ്യുക. അങ്ങനെ എന്താണ് നമുക്ക് പാലിൻഡ്രമിക് നമ്പർ കിട്ടുന്നവരെ നമ്മളിതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്പർ കിട്ടും. ഇനി ഇതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ നമ്പർ കിട്ടി. ഇതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കി ഈ നമ്പർ കിട്ടി. അപ്പോൾ പാലിൻഡ്രമിക് നമ്പർ കിട്ടുന്നവരെ നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 4884 എന്താണ് പാലിൻഡ്രമിക് നമ്പർ അല്ലേ? ആണ് അല്ലേ. അങ്ങനെ വേറൊരു നമ്പർ വെച്ച് ഇതേപോലെ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് നോൺ വെദർ ദിസ് പ്രോസസ് വിൽ ഇവൻച്വലി റീച്ച് എ പാലിൻഡ്രമിക് നമ്പർ എവറി ടൈം.
അപ്പോൾ എന്താണ് ഇതെപ്പോഴും ഇങ്ങനെ ഈ പാലൻഡ്രമിക് നമ്പർ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സ്റ്റാർട്ടിങ് വിത്ത് 196 ദിസ് പ്രോസസ് ഡസ് നോട്ട് ഗിവ് എ പാലൻഡ്രമിക്. അപ്പോൾ ഈ 196 വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പാലൻഡ്രമിക് നമ്പർ കിട്ടില്ല. ഈവൻ ആഫ്റ്റർ 70 crore സ്റ്റെപ്സ്, എന്താണ് 70 crore സ്റ്റെപ്പ് വരെ ചെയ്താൽ നമുക്ക് 196 നമ്മൾ ആഡ് ചെയ്താൽ കിട്ടൂല എന്നാണ്, ചില നമ്പർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ പാലൻഡ്രം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ദെൻ ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് then let's make numbers. എന്താണ് നമുക്ക് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സിയാദ് ആൻഡ് മീര ആർ മേക്കിംഗ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ് കാർഡ്സ്. എന്താണ് സിയാദും മീരയും എന്താണ് നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ഡിജിറ്റ് കാർഡ് വെച്ചിട്ട് അല്ലേ. ദീസ് ആർ ദ കാർഡ്സ് ദേ ഹാവ്, അതാണ് അവരുടെ കാർഡ്സ്. നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദേ ക്യാൻ മേക്ക് വിത്ത് ദീസ് കാർഡ്സ്. അപ്പോൾ ഇതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഏതാണ് ഇതിൽ, ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ലാർജസ്റ്റ് നമ്പർ ഏതാണ് നമുക്ക് ഉണ്ടാക്കുക എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നോക്കാം നമുക്ക്. ഈ ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഇതിൽ ഏതാണ്, 8 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക 8 എന്ന് എഴുതുക. ഓക്കെ, 8 എന്ന് എഴുതി. ദെൻ അടുത്ത ലാർജസ്റ്റ് ഏതാണ്, 8 കഴിഞ്ഞാൽ 8 മാറ്റിയിട്ട് ഇനി ലാർജസ്റ്റ് ഏതാണ് 7 അല്ലേ. 7 എഴുതി. പിന്നെ അത് 7 കഴിഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് ഏതാണ് 6 ആണ് അല്ലേ. ഓക്കെ, അത് എഴുതി. പിന്നെ കഴിഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് ഏതാണ്, അത് 3 മാറ്റി വെച്ചതിന് ശേഷമുള്ള ലാർജസ്റ്റ് ഏതാണ് 5 അല്ലേ. അടുത്ത പിന്നെ ഏതാണ് 4 അല്ലേ. പിന്നെ ഏതാണ് വരുന്നത്, പിന്നെ വരുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ കാർഡ് വെച്ച് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്, 87 യൂണിറ്റ് 10 100 1000 10,000 lakh 8,76,540 ആണ് എന്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ. ഇനി സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക, നമുക്ക് തിരിച്ചങ്ങ് എഴുതിയാൽ മതി അല്ലേ. എന്താണ് ഫസ്റ്റ് എന്താ എഴുതുക ഫസ്റ്റ് 0 4 0 4 5 പിന്നെ 6 7 8 അല്ലേ. ഈ നമ്പർ ആയിരിക്കും എന്ത് സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ അല്ലേ ഇതിൽ വെച്ചിട്ട്. അപ്പോൾ 45,678 ആണ് ഈ കാർഡ് വെച്ചാൽ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഡിജിറ്റ് നമ്പർ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഈ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. ദെൻ അടുത്ത് ഫൈൻഡ് ഔട്ട് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ദിസ്. ഇതിൻ്റെ സമ്മും ഡിഫറൻസും പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സം ചെയ്താൽ എത്ര കിട്ടുക നമുക്ക്, സം ചെയ്താൽ എന്താ കിട്ടുക, അപ്പോൾ സമ്മ് ചെയ്താൽ ഇതാണ് കിട്ടുക കേട്ടോ. 9,22,218 കിട്ടും. ഇനി മൈനസ് ചെയ്താലോ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമ്മ് എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ, അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക മക്കളെ, മൈനസ് ചെയ്താൽ അപ്പം 8,30,862 ആണ് ഡിഫറൻസ് ചെയ്താൽ കിട്ടുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താ നോക്കാം. ഇവിടെ നോക്കിയേ സൈഡ് ബോക്സിലുള്ളത് ഡിജിറ്റ് സം ആൻഡ് ഡിജിറ്റൽ റൂട്ടാണ് കേട്ടോ. ഡിജിറ്റ് സം, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ അല്ലേ, ആ എണ്ണം നോക്കുക അല്ലേ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് കോൾഡ് ഡിജിറ്റ് സം. എന്താണ് ഡിജിറ്റിന്റെ സമ്മിനെ, ഒരു നമ്പറിന്റെ ഡിജിറ്റിന്റെ സമ്മിനെയാണ് ഡിജിറ്റ് സം എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്, ദ ഡിജിറ്റ് സം ഓഫ് 347. 347ന്റെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഡിജിറ്റ് ഏതൊക്കെയാ 3ഉം 4ഉം 7ഉം. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ എന്താ കിട്ടുക 14 അല്ലേ. പിന്നെ 14 എന്ന് പറഞ്ഞാൽ 2 അക്ഷരം വരുന്നില്ല. പിന്നെ ആ ഡിജിറ്റ് സം ഓഫ് 14 ഈസ് എന്താണ് 1 + 4 5 അല്ലേ. അപ്പോൾ 5 ഈസ് കോൾഡ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് 347. 347ന്റെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ഈ 2 നമ്പർ ഉണ്ടായതുകൊണ്ടാണ് ഒന്നും കൂടി ആഡ് ചെയ്തത് കേട്ടോ. ഇവിടെ ഒറ്റ നമ്പർ ആണെങ്കിൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ 14 ആയതുകൊണ്ട് 2 നമ്പർ ഉണ്ട്. അപ്പോൾ 1 + 4 5 അല്ലേ. അപ്പോൾ 347ന്റെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡിജിറ്റൽ റൂട്ട്സ് ഓഫ് ദ നമ്പേഴ്സ് 9, 18, 27, 36. അപ്പോൾ ഈ ഡിജിറ്റൽ റൂട്ട് ഓഫ് ദ നമ്പർ ഈ 9ന്റെയും 18ന്റെയും 27ന്റെയും 36ന്റെയും ഒക്കെ ഡിജിറ്റൽ റൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കുക. 9 1 + 8 9, ഇത് 9, 2 + 7 9, 3 + 6 9 അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ ഇതിൻ്റെ ഒക്കെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് എന്താണ് 9 തന്നെ ആയിരിക്കും കേട്ടോ. അതാണ് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം. ഓക്കെ, ദെൻ നമ്പർ ചെയിൻ ആണ് കേട്ടോ അടുത്തത്. നമ്പർ ചെയിൻ എങ്ങനെയാണ് നമുക്ക് കാണാം നോക്കാം. നമ്പർ ചെയിൻ ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ്, പിക്ചർ ഓൺ ദ റൈറ്റ്, ഇവിടെ കാണുന്ന ചിത്രം കണ്ടില്ല. റൈറ്റ് ഇൻ ദ സെക്കൻഡ് റോ ദ ഡിഫറൻസ് ഓഫ് 2 നിയർ ബൈ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ. ദെൻ ഇൻ ദ തേർഡ് റോ
Write the difference of the nearby numbers in the second row and finally the difference of these two numbers in the ബോട്ടം ബോക്സ്. എന്താണ് നമ്പർ ചെയ്യും പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് റോയിലുള്ള നമ്പർ എങ്ങനെ എഴുതേണ്ടത്? ഡിഫറൻസ് ഓഫ് ടു നമ്പർ നിയർ ബൈ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ. രണ്ട് അടുത്തടുത്തുള്ള നമ്പറിൻ്റെ ഡിഫറൻസ് ആണ് അതിൻ്റെ താഴെ എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അതുപോലെ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇതിവിടെ. ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുക, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുക, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുക, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇത്. പിന്നെ അതുപോലെ ഈ നമ്പറിൻ്റെ ഡിഫറൻസ് ആണ് ഇത്, ഈ നമ്പറിൻ്റെ ഡിഫറൻസ് ആണ് ഇത്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇത്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ഇത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ഇത്. ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് ചെയ്യുക കേട്ടോ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, Okay, then next budget ആണ് കേട്ടോ. In the budget of a panchayat, money allotted for various sectors are shown as various sectors are as shown in this table അല്ലേ. ബഡ്ജറ്റ് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് ആണ് അല്ലേ, അതിൻ്റെ പൈസ അലോട്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്ടർ ഹെൽത്തിലെ എമൗണ്ട് ഇത്രയാണ്, എഡ്യൂക്കേഷന്, റോഡ് ഡെവലപ്മെൻറ്റ്, ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ ഇത്രയും എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് എന്താണ്, അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് സെക്ടർ ഈസ് അലോട്ടഡ് ലാർജസ്റ്റ് എമൗണ്ട്? ഏത് സെക്ടറിലാണ് ലാർജസ്റ്റ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്? ഏതിലാണ് നോക്കിയേ, ഏതിലാണ് ലാർജസ്റ്റ്? അപ്പോൾ റോഡ് ഡെവലപ്മെൻറ്റിനാണ് അല്ലേ, റോഡ് ഡെവലപ്മെൻറ്റിനാണ് ലാർജസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ എന്താ ലീസ്റ്റ് എമൗണ്ട്, കുറവ് എമൗണ്ട് ഏതിലാണ് കൊടുത്തിരിക്കുന്നത്? ഏതിലാണ് കുറവ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്? ഏതിലാണ്? ഡ്രിങ്കിങ് വാട്ടറിലാണ് അല്ലേ. 10, 100,000, 10,000, lakh, 4,90,000 അല്ലേ. ഡ്രിങ്കിങ് വാട്ടറിലാണ് എന്ത് ലീസ്റ്റ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഹൗ മച്ച് മോർ ഈസ് അലോട്ടഡ് ടു റോഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ? അപ്പം എത്ര അതായത് എഡ്യൂക്കേഷൻ ഡേറ്റാലും റോഡ് ഡെവലപ്മെൻറ്റിന് എത്ര കൊടുത്തിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത് അല്ലേ. എഡ്യൂക്കേഷൻ ഡേറ്റാലും റോഡ് ഡെവലപ്മെൻറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എത്രയാണ് റോഡ് ഡെവലപ്മെൻറ്റ് ഡേറ്റ എഡ്യൂക്കേഷന് കൊടുത്തിരിക്കുന്നത്? 12,71,000 ആണ് അല്ലേ. ഇത്രയും റോഡ് ഡെവലപ്മെൻറ്റിന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അപ്പോൾ ടോട്ടൽ അലോട്ട്മെൻറ്റ് ഇതെല്ലാം കൂടി അങ്ങ് പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്ലസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ടോട്ടൽ ഇതാണ് കേട്ടോ. എന്താണ് 10, 100,000, 10,000, lakh, 45,94,000 ആണ് ടോട്ടൽ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള പൈസ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഫോർ ദ നെക്സ്റ്റ് ഇയർ ദ അലോട്ട്മെൻറ്റ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 4 lakhs. ഡ്രോ എ പെയർ റിവൈസ്ഡ് ബഡ്ജറ്റ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. എന്താണ് അടുത്ത വർഷത്തേക്ക് എന്താണ് 4 ലക്ഷം അല്ലേ കൂടുതൽ അലോട്ട്മെൻറ്റ് ചെയ്തു. എന്താണ് ബഡ്ജറ്റ് നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് വേസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ 4 lakhs കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, ഇവിടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റോഡ് ഡെവലപ്മെൻറ്റ്, ഡ്രിങ്കിങ് വാട്ടർ അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഈ 4 ലക്ഷം കൂടിയാണ് കൂട്ടി കൊടുക്കുക. എന്താക്കുക, നമുക്ക് ഈ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക, വേണമെങ്കിൽ ഇതിൽ കുറയ്ക്കുക, പിന്നെ ഇത് ആഡ് ചെയ്യുക, എല്ലാം കൂടി കൂട്ടിയിട്ട് എന്താണ് നമുക്ക് ആ 4 ലക്ഷം ആഡ് ചെയ്യുക. പല ഡിഫറെൻറ്റ് മെത്തേഡിൽ അല്ലേ. വേണമെങ്കിൽ ഹെൽത്തിന് അങ്ങനെ എന്താ 2 ലക്ഷം നേരിട്ട് അങ്ങ് കൊടുത്താൽ മതി. അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിന് 2 ലക്ഷം കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ടും ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക, ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. എഡ്യൂക്കേഷൻ എന്താക്കുക, ഒരു 1 lakh കൊടുക്കുക. റോഡ് ഡെവലപ്മെൻറ്റിന് 1 lakh കൊടുക്കുക. ഡ്രിങ്കിങ് വാട്ടറിന് 1 lakh കൊടുക്കുക. ഹെൽത്തിന് 1 lakh കൊടുക്കുക അല്ലേ. അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താണ് ഈ ബാക്കിയുള്ള ഭാഗം ടീച്ചർ അടുത്ത പാട്ടിലെടുക്കുന്നതായിരിക്കും. അത് ഇതുവരെ നിങ്ങളെടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.